കുഞ്ഞിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ക്ലൗഡിന്റെ ചാപ്റ്റർ 309 ആണ്. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ പേജ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ ബ്ലാക്ക് ക്ലൗഡ് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞ 4 പേരുടെ പേരുകളാണ്. ഇതുപോലെ നിങ്ങളുടെ പേരും വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞാൽ മാത്രം മതി. അതിന് ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മുടെ യൂണോടെ പുതിയ ഗ്രിമ്മോറും കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അവിടെയായിട്ട് പുതിയ സ്പെൽസ് ഒക്കെ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് വരുന്നുണ്ട്. സേനോട് ഇതൊക്കെ കണ്ടിട്ട് എന്ത് സംഭവം ഒന്നും മനസ്സിലാകാതെ പുള്ളിക്കാരെ യൂണിയനെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇത് എന്താണ് സംഭവിക്കുന്നത്, അവനെങ്ങനെയാണ് 2 ഗ്രിമോർസ് കിട്ടിയത്. ഇത് പുള്ളിക്കാരൻ മനസ്സിൽ പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് തന്നെ യൂണോ നമ്മുടെ സേനോനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. 2 അറ്റാക്സ് ആയിരുന്നു. ഒരെണ്ണം പുള്ളിക്കാരന്റെ മുഖത്തും ഒരെണ്ണം പുള്ളിക്കാരന്റെ വിങ്ങിലും കൊള്ളും. സംഭവം എന്നാണ് പുള്ളിക്കാരൻ ദൂരത്തേക്ക് നോക്കാൻ നേരത്താണ് പുള്ളിക്കാരൻ ഒരു സ്റ്റാർ കാണുന്നത്. സ്പീഡ് കിങ്ഡത്തിലെ റോയൽ ഫാമിലിയിൽ ഒരു യൂണീക്ക് ആയുള്ള ഒരു മാജിക് ആണ് ജനറേഷൻ ആയിട്ട് കൈമാറി വരുന്നത്. യൂണോയുടെ അച്ഛന് സൺ മാജിക്കും പുള്ളിക്കാരന്റെ അമ്മയ്ക്ക് മൂൺ മാജിക്കും ആയിരുന്നു. ഇത് രണ്ടും കൂടെ കിട്ടിയ നമ്മുടെ യൂണോയ്ക്ക് സ്റ്റാർ മാജിക് ആണ് ലഭിച്ചത്. സേനോന്റെ അപ്പോഴാണ് യൂണോ ഒരു റോയലിന്റെ മകനാണെന്ന് മനസ്സിലാകുന്നത്. അപ്പൊ തന്നെ നമ്മുടെ ബെല്ല് പറയുന്നുണ്ട്, നിന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ട പോലെ ഉണ്ട് യൂണോ, നിന്റെ ശരിക്കുമുള്ള രൂപം ഞാൻ ഇന്ന് മനസ്സിലാക്കി. അതെ, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, നമുക്ക് 2 പേർക്കും സ്റ്റാർ മാജിക് വെച്ചുകൊണ്ട് മാത്രം അവനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ എന്റെ ഉള്ളിൽ ചെന്ന് നിന്റെ പവേഴ്സ് യൂസ് ചെയ്ത് എന്റെ മാജിക് ഒക്കെ ഒന്ന് ചാർജ് ആക്കി. അത് പറയുന്ന നേരത്തെ തന്നെ ബെല്ല് പുള്ളിക്കാരുടെ പവേഴ്സ് യൂസ് ചെയ്ത് യൂണോയുടെ ആ പണ്ടത്തെ ഒരു ഫോമിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ലാംഗ്രസിന്റെ ഫിൻറിലിനെ പുള്ളിക്കാരന്റെ മാജിക് യൂസ് ചെയ്ത് പുള്ളിക്കാരന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ 2 പേരുള്ള കാരണം മാത്രമാണ് എനിക്ക് ഇവിടെ കറക്റ്റ് സമയത്തേക്ക് വരാൻ സാധിച്ചത്. അതുകൊണ്ട് ബാക്കി ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ആദ്യം ഏതെങ്കിലും റിക്കവറി മേജർ കണ്ടുപിടിച്ച് നിങ്ങളുടെ വൂൺസ് ഒക്കെ ഒന്ന് ഹീൽ ചെയ്യാൻ നോക്കുക. ആദ്യം തന്നെ നിനക്കൊരു 4 ലീഫ് ഗ്രിമോർ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ മറ്റൊരു ഗ്രിമോറോ. നീ ശരിക്കും ആരാണ്? ലാംഗ്രസ്, നിനക്ക് എന്നെ അറിഞ്ഞൂടെ? ഞാനാണ് ഗോൾഡൻ ഡോയിലെ വൈസ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞുകൊണ്ട് യൂണോ പുള്ളിക്കാരന്റെ പവേഴ്സ് ഫുള്ള് അൺലീഷ് ചെയ്യും. എന്നിട്ട് പുള്ളി 2 ക്യൂബ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൈനോൺ പറയുകയും ചെയ്യും, നിനക്കൊരിക്കലും എന്റെ സബ് സ്പേസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് യൂണോനെ ഒരു ക്യൂബിന്റെ അകത്ത് പെടുത്തു. എന്നാൽ സ്റ്റാർ മാജിക്കിന്റെ സഹായം കാരണം പെട്ടെന്ന് നമ്മുടെ യൂണോ നമ്മുടെ സൈനോന്റെ തൊട്ട് ഫ്രണ്ടിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പുള്ളിക്കാരനായിട്ട് ഞെട്ടിപ്പോകുകയും ചെയ്യും. നിനക്കൊരു കാര്യം അറിയാവോ, ഞാൻ ഈ സ്പെൽ ക്രിയേറ്റ് ചെയ്തത് കറക്റ്റ് നിന്നെ ഡിഫീറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ 4 സ്റ്റാർസിനെ സമൺ ചെയ്യും. എന്നിട്ട് അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു അറ്റാക്കും ചെയ്യുന്നുണ്ട്. നമ്മുടെ സെനോന്റെ റൈറ്റ് സൈഡ് ഫുള്ള് ആ ഒരു അറ്റാക്ക് കൊണ്ടുപോകും. ഞാനിവിടെ നിന്റെ ഫ്രണ്ടിൽ തെളിയിക്കും, ഞാൻ ചെയ്തതൊന്നും തെറ്റല്ല എന്ന് ഞാൻ നിന്റെ ഫ്രണ്ടിൽ തെളിയിക്കും, ഞാനാണ് ശരിയെന്ന് ഞാൻ നിന്റെ ഫ്രണ്ടിൽ തെളിയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് യൂണോ നമ്മുടെ സെനോനെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ പോകും. ഇതേസമയം നന്നായിട്ട് ദേഷ്യം വന്ന് നമ്മുടെ സെനോ ഫുള്ളി റിക്കവർ ആയിട്ട് നമ്മുടെ ബോർഡ് മാജിക് യൂസ് ചെയ്ത് യൂണോനെ നിർത്താതെ അറ്റാക്കും ചെയ്യും. അവർ തമ്മിലുള്ള ഫൈറ്റ് നന്നായിട്ട് തന്നെ ഇന്റൻസ് ആയിക്കൊണ്ടുവരികയാണ്. കാരണം 2 പേരും കട്ടൊക്കെ നിൽക്കുവാണ്. അവർ 2 പേരും ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനാണ് ശരിയെന്ന്, ഞാനാണ് നിന്നെ ഇവിടെ ഡിഫീറ്റ് ചെയ്ത് ജയിക്കാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് 2 പേരും ഒരേപോലെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെയോട് അവസാനിക്കുന്നത്. സോ നാളത്തേക്കുള്ള ചോദ്യം വളരെ സിമ്പിൾ ആണ്. നമ്മുടെ സേനാൻ പുള്ളിക്കാരന്റെ ചെറുപ്പത്തിൽ ഒരു ഫ്രണ്ടിനെ കൊല്ലുന്നുണ്ട്. ആ ഫ്രണ്ടിന്റെ പേരെന്താണെന്ന് താഴെ കമന്റ് ചെയ്ത് പറയാൻ മറക്കണ്ട.